പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദൈവകാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് ശ്രവിക്കാൻ പോകുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 21 വരെയുള്ള തിരുവചനമാണ്. 7 മുതൽ 21 വരെ നമ്മൾ വചനം വായിക്കുമ്പോൾ യേശുനാഥൻ 5 പ്രാവശ്യം ഞാനാണ് വാതിൽ, ഞാൻ നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയനാണ്, ഇങ്ങനെ 5 പ്രാവശ്യം ഈ 7 മുതൽ 21 വരെ പറയുന്നുണ്ട്. അതിനപ്പുറത്തോട്ടും വേറെയുണ്ട്. യേശു പല പ്രാവശ്യവും പറയുന്നു, ഞാനാണ് നല്ല ഇടയൻ, ഞാനാണ് വാതിൽ. ഇങ്ങനെ പലതും യേശു ഉപമയിലൂടെ പറയണം. ഞാനാണ് പ്രകാശം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യേശുനാഥൻ ഉള്ളു തുറന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വചനം ശ്രവിക്കാം. 7-ാം വാക്യം. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. അതായത് ആടുകളെ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയാണ് കർത്താവ്. കാരണം അവൻ ദൈവമാണ്. യേശു പറയുന്നുണ്ട്, ഞാൻ ദൈവപുത്രനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. നിങ്ങൾ ഭൂമിയിലും ഞാൻ മുകളിലുമുള്ളവനാണ്. അപ്പോൾ യേശുനാഥൻ്റെ ഓരോ വാക്കുകളും വലിയ അത്ഭുതങ്ങളോടുള്ള വാക്കുകളാണ് നമുക്ക് കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന ഈ വചനം ഉപമയിലൂടെ യേശു നമുക്ക് പഠിപ്പിച്ചു തരണം. വീണ്ടും പറയുന്ന യേശു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. ആടുകളുടെ വാതിൽ. യേശു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ യേശു പറയണത് ഒരു മൃഗമായ ആടുകളെ പറ്റി പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ഉണ്ടാവും. എനിക്ക് മുൻപേ വന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കള്ളം വരണതിനാ കക്കാനും മോട്ടിക്കാനും കൊല്ലാനുമാണ്. അവൻ എന്ത് കിട്ടിയാലും അവനെടുത്തുകൊണ്ട് പോകും. യേശു വരുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ഹല്ലേലൂയ. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ആടുകൾ അവരെ ശ്രവിച്ചില്ല. കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. മനുഷ്യനെ പറ്റിയാണ് കർത്താവ് ഉപമയിലൂടെ ശിഷ്യന്മാരോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അത് ലോകം മുഴുവനുള്ള മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അവർ കള്ളന്മാരെ അവരാരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അവരാരും ശ്രമിക്കുന്നില്ല. പിടിച്ചാലോ ഉടനെ അവനെ ഉപദ്രവിക്കാൻ നോക്കും. അല്ലേ? 9-ാം വാക്യം. ഞാനാണ് വാതിൽ. യേശു പറയുന്നത് ഇത് 2-ാമത്തെ പ്രാവശ്യമാണ്. 7-ാം വാക്യത്തിൽ പറയുന്നു ആടുകളുടെ വാതിൽ. ഇവിടെ പറയുന്നു ഞാനാണ് വാതിൽ. വീണ്ടും യേശുനാഥൻ പറയുന്നു, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശുവിലൂടെ ആര് തന്നെ പോന്നാലും അവൻ രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കാരണം അവൻ രക്ഷകനാണ്, വാതിലാണ്, വെളിച്ചമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പവുമാണ്. ഒരുപാട് ഉപമകളിലൂടെ യേശുനാഥൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവൻ അകത്ത് വരികയും പുറത്ത് പോവുകയും മേച്ചിൻ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ഇതെല്ലാം മനുഷ്യന് വേണ്ടി കർത്താവ് പറയണത്. അകത്ത് വരികയും, അകത്ത് ആരാണ്?
ഓഫീസുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക് യേശുനാഥൻ വരും. പുറത്ത് പോവുകയും ചെയ്യും. മേച്ചിങ് സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. പുറത്ത് ജോലി ചെയ്യുന്നവരുടെ അടുത്തെല്ലാം കർത്താവ് വാതിലാണ്. അപ്പോൾ അവിടെ നിന്ന് അത് കടന്നു വരും. എവിടെയെല്ലാം മനുഷ്യർ ബുദ്ധിമുട്ടുന്നുണ്ടോ, കഷ്ടപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം ഇടയനായി, വാതിലായി, വെളിച്ചമായി അവരടുക്കിലേക്ക് വരും. ഹല്ലേലൂയ. 10-ാം വാക്യം. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. കള്ളൻ വരണതിന് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. കള്ളന് അവനെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മൾ തട്ടിക്കളയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. എന്നിട്ട് യേശു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ഉണ്ടാവും. നമ്മളെവിടെയെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് അവിടെയെല്ലാം കർത്താവ് നല്ല ഇടയനായിട്ടും ഒരു വാതിലായിട്ടും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. നമ്മളറിയില്ല. നമ്മളെപ്പോഴും എന്ത് വേണം? ഒന്നാം സ്ഥാനം യേശുനാഥന് കൊടുത്തിരിക്കണം. അവിടെ കൃപയുണ്ടാവും, യേശുനാഥൻ്റെ കരമുണ്ടാവും. ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാണ്. ഉണ്ടാവും. യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നല്ല മനുഷ്യൻ, നല്ല ആടുകൾ, അവർക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. കർത്താവ് എത്ര വില കൊടുത്താലും അവനെ രക്ഷിച്ചിരിക്കും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? അവനോട് കൂടെ ചേർന്നിരിക്കണം. ചേർന്നിരിക്കുമ്പോൾ മാത്രമേ യേശുനാഥൻ നല്ല ഇടനായി, വാതിലായി, പ്രകാശമായി നമ്മുടെ ഇടയിലേക്ക് വരും. ഹല്ലേലൂയ. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. മനുഷ്യനെ പറ്റിയാണ് കർത്താവ് ഉപമയിലൂടെ പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കിയേ? ഇടയനില്ലാത്തവനും. എല്ലാവർക്കും ഈ വാതിൽ, ഈ ഇടയൻ, ഈ പ്രകാശം വേണം നിർബന്ധമില്ല. കാരണം അവർ പണിയെടുക്കുന്നു, ജോലിയെടുക്കുന്നു, ജീവിച്ചു. അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ നല്ല ഇടയൻ്റെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതാണ് കർത്താവ് പറയണത്. എന്താ? ഇടയൻ ഇല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ, കൂലിപ്പണി ചെയ്യുന്നവൻ. അവർക്കൊന്നും ഉണ്ടാവില്ല. ശമ്പളം മേടിക്കണം, ജോലി ചെയ്യണം, അങ്ങനെ കുറേ ഇവരുണ്ട്. ക്രിസ്ത്യാനിയായിരിക്കും. ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒതുക്കിക്കളയും, അങ്ങോട്ട് പിന്നെ നോക്കില്ല. അങ്ങനെയാണ്. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിക്കളയുകയും ചെയ്യുന്നു. ഈ പുറത്തൊക്കെ പണിയെടുക്കുമ്പോൾ ചെന്നായി എന്ന് ഉദ്ദേശിക്കുന്നത് പല വിധത്തിലും. ഗൾഫിലൊക്കെ പണിയെടുക്കുമ്പോൾ 48 ഡിഗ്രി 52 ഡിഗ്രി ചൂടിലേക്കാണ് പറയുന്നത്. അതൊരു ചെന്നായിയാണ്. രാവിലെ ആശ്രയിക്കണം. ചിലപ്പോൾ തലകറങ്ങി വീഴും, ജീവൻ തന്നെ പോകാൻ സാധ്യതയുണ്ട് പല വിധത്തിൽ, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ കർത്താവിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം മുമ്പേ ഓടാൻ. ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് പലതും ഉണ്ട്. നമ്മൾ ഓടിക്കുന്ന ഇരുചക്ര വാഹനങ്ങളൊക്കെ അത് തന്നെയാണ്. രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അല്ലേ? എന്നാലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ പലതുമുണ്ട്. ഉപമയിലൂടെ യേശു പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതും ഉണ്ട്. വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ട്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഒക്കെ ചെന്നായ്ക്കളുടെ പോലെയാണ്. പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി. വലിയ അവൻ ഓടിപ്പോകുന്നതും കൂലിക്കാരൻ അതുകൊണ്ട് ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തവനും കൊണ്ടുമാണ്. താല്പര്യമില്ല. ദൈവമായ കർത്താവിന് താല്പര്യമില്ലാത്തവർക്ക് സംഭവിക്കുന്നതാണ്. ഒന്നാം സ്ഥാനം ദൈവമായ കർത്താവിന് കൊടുക്കുന്നില്ലെങ്കിൽ
അവിടെ നമ്മുടെ വാതിലും അടയും, വെളിച്ചം വിട്ടുപോകും, പ്രകാശം ഇല്ലാതെയാവും. നല്ല ഇടയൻ ആരാണെന്ന് ചോദിക്കുമ്പോഴേക്ക് ഇല്ലയോ, ഞാൻ നല്ല ഇടയനാണ്. യേശു വീണ്ടും പറയുന്നതാണ്, ഞാൻ നല്ല ഇടയനാണ്. ഇതെങ്ങനെ അറിയണം? യേശുനാഥന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയും. നല്ല ഇടയൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ തുടങ്ങും. അവൻ നമുക്കൊരു വാതിലായി, ഒരു പ്രകാശമായി കടന്നു വരും. അന്ധകാരം വിട്ടുപോകും. എന്നിട്ട് പിന്നെ പറയണം, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ എന്നെയും അറിയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നു. എന്താ? അപ്പം പിതാവ് എല്ലാം കാണുന്നുണ്ട്, പക്ഷെ പുത്രനിലൂടെയാണ് നമുക്ക് വാതിലായി, പ്രകാശമായി, നല്ല ഇടയനായിട്ട് കടന്നു വരുന്നത്. ഹല്ലേലൂയ. എനിക്കുള്ളവ എന്നെയും അറിയുന്നു. എനിക്കുള്ളവ എന്നെയും അറിയുന്നവർ. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. മനുഷ്യന് വേണ്ടിയാണ് ദൈവമായ കർത്താവ് ബലിയായി, കുർബാനയായി മരക്കുരിശിൽ 3 കാരിരുമ്പാണികളിൽ 6 മണിക്കൂർ നേരം കുരിശിൽ കിടന്നത്. അല്ലേ? ഭയങ്കര, ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത വേദനയോടെ കുരിശിൽ കിടന്ന് ജീവൻ പിടയുന്ന യേശുനാഥൻ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ആടുകൾ, ഓരോ മകനും മകൾക്കും വേണ്ടി ഞാൻ എന്നെ തന്നെ ബലിയായി കൊടുക്കുന്ന അത്ര സ്നേഹമാണ് യേശുനാഥൻ. ഹല്ലേലൂയ. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. ഈ കൂട്ടത്തിൽപ്പെടാത്ത മറ്റ് ആടുകളും എനിക്കുണ്ട്. പക്ഷെ അവര് യേശുനാഥനെ അറിയുന്നില്ല. വീണ്ടും യേശു പറയുക, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവരെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. യേശു ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വഴിതെറ്റിപ്പോണ ആളുകൾ തിരിച്ചു വരാൻ അവർ യോഗ്യരാകുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവ് കാത്തു നിൽക്കുന്നുണ്ട്, പക്ഷേ അറിയുന്നില്ല. കാരണം ലോകത്തിലേക്കാണ് അവർ നടക്കുന്നത്. പക്ഷെ അവരെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നുവെന്ന് യേശു പറയുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അവ എൻ്റെ സ്വരം ശ്രവിക്കും. എന്താണ് അത് സ്വരം ശ്രവിക്കുന്നത്? വചന പ്രഘോഷണം, കർത്താവിനെ പറ്റി കേൾക്കുക, കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുക, കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കർത്താവുമായൊരു ബന്ധം സ്ഥാപിക്കുക. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഓടിയാവും തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. യേശുനാഥൻ ഓരോ മക്കൾക്കും വേണ്ടി ജീവൻ അർപ്പിച്ച് ഓടി നടക്കുന്നു. പക്ഷെ നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല. നല്ല ഇടയനാണ്, അയാൾ വാതിൽ, ഇതിലേക്ക് കടന്നു വരുമെന്ന് യേശു കൈ നീട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ കണ്ണുകൾ ലോകത്തിലേക്കാണ്. അന്ധകാരത്തിലേക്ക് കിടക്കുമ്പോൾ പ്രകാശം വരുന്നത് കാണാൻ പറ്റില്ല, വാതിൽ കാണാൻ പറ്റില്ല. നല്ല ഇടയിൽ കാത്തിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ പാപത്തിന് കീഴിലാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. യേശുനാഥൻ ജീവൻ കൊടുത്താണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വില കൊടുക്കണം യേശുവിന്. നമ്മളത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയെല്ലാം ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആരും എന്നിൽ നിന്നും അത് പിടിച്ചെടുക്കുകയില്ല.
ഒരു വാതിൽ യേശുനാഥൻ തുറന്നു തന്നെങ്കിൽ ആർക്കും അത് അടയ്ക്കാൻ പറ്റില്ല. കാരണം അവൻ നല്ല ഇടയനാണ്, അവൻ പ്രകാശമാണ്. ഹല്ലേലൂയ. ആരും ഇതിൽ നിന്നും പിടിച്ചെടുക്കുകയില്ല. ഞാൻ അത് സമർപ്പിക്കുകയാണ്. കർത്താവ് നമ്മൾക്ക് വേണ്ടി അത് സമർപ്പിക്കുകയാണ്. അവൻ കാത്തിരിക്കുന്നവനാണ് ഓരോ വ്യക്തികളെയും, ഓരോ വഴിതെറ്റിപ്പോകുന്നവരെയും, ഓരോ അന്ധകാരത്തിലേക്ക് കിടക്കുന്നവരെയും യേശുനാഥൻ കാത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകാനോ അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാനോ തയ്യാറാകുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അത് സമർപ്പിക്കുകയാണ്. എന്ത് സമർപ്പിക്കുന്നു? ബലിയായി, കുർബാനയായി ഓരോ ദിവസവും, ഓരോ പ്രഭാതത്തിലും യേശുനാഥൻ നമുക്ക് വേണ്ടി പാപപരിഹാരം ബലിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ആ ബലി ഒരു വ്യക്തിക്ക് കർത്താവ് അർപ്പിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും തിരിച്ചെടുക്കാനും സമർപ്പിക്കാനും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മളാകട്ടെ ലോകത്തിലായതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പോകുന്നുണ്ടാവും, നടക്കുന്നുണ്ടാവും, പക്ഷേ 80% 90% ലോകത്തിലാണ്. 10% കർത്താവിന് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ കർത്താവ് അത് ഒരിക്കലും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവൻ നമ്മളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നുമാണ് എനിക്ക് ലഭിച്ചത്. ഈ കൽപ്പന സ്വർഗീയ പിതാവിൽ നിന്നും പുത്രന് ലഭിച്ചിരിക്കുകയും. അപ്പം പുത്രനോട് നമ്മൾ ചേർന്നിരിക്കണം. പുത്രനായ യേശുവാണ് നമ്മുടെ വാതിൽ, ഇടയൻ, പ്രകാശം, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. ഇത് കേട്ടപ്പോൾ ഇത് പറയണത് യേശുനാഥൻ യഹൂദന്മാരോടും ശിഷ്യന്മാരോടും കൂടിയാണ്. അപ്പോൾ അവർക്കത് ഒരു ഇടർച്ചയായി തുടങ്ങി. ഹല്ലേലൂയ. അവന് ഉടനെ അവര് ഇതൊക്കെ കേട്ടപ്പോഴത്തേനും അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അവർ കോപിച്ച് അവർ പറയണ വാക്ക് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. യേശുവേ നന്ദി. 19-ാം വാക്യം. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ് എന്നെല്ലാം ഇവർ പറയാൻ തുടങ്ങി. കർത്താവ് നല്ല കാര്യങ്ങളാണല്ലേ പറയണത്. ഞാനാണ് വാതിൽ, ഞാനാണ് ഇടയൻ, എന്നിലൂടെ അല്ലാണ്ട് ആരും രക്ഷ പ്രാപിക്കുകയില്ല, ഞാൻ ജീവൻ കൊടുക്കും. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഈ ലോകത്തിലായിരിക്കുന്ന ഈ മനുഷ്യർ പറയുന്നു, അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്. എന്തിന് അവൻ പറയുന്നത് കേൾക്കണം. വേണ്ടവരുടെ വാക്കുകൾ. യേശു ദൈവമാണ്. അവൻ പറയണ ഒരു വാക്കുകളും അവർ കേട്ടപ്പോൾ അവർ പിശാചുണ്ട്, ഭ്രാന്താണ്, എന്തിന് ഇവൻ്റെ വാക്ക് നമ്മൾ കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ പറഞ്ഞു. വളരെ പേര് യേശുവിനെ കുറ്റം പറയുകയും ഭ്രാന്തനാക്കുകയും അതിന് പിശാചുണ്ടെന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്നിടന്ന് പറയുന്നു. അതെല്ലാം യേശുനാഥൻ കേൾക്കുന്നുണ്ട്. എന്നാലും യേശുനാഥൻ സ്നേഹത്തോടെ സ്നേഹിക്കുകയാണ് ഓരോ മനുഷ്യനെയും. ഹല്ലേലൂയ. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, ഈ വാക്കുകൾ പിശാച് ബന്ധിച്ചതിൻ്റെതല്ല, പിശാച് ബന്ധിച്ചവൻ്റെ അല്ല. പിശാചിനെ അന്ധരുടെ കണ്ണുകൾ തുറക്കുവാൻ കഴിയുമോ? പിശാച് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. പിശാചുള്ളവന് അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ പറ്റുമോ? മറ്റൊരു കൂട്ടം ജനം ചോദിക്കുന്നു. അവരുമായിട്ട് അവിടെ ഇടയാൻ തുടങ്ങി. കാരണം പിശാചുണ്ട്, ഭ്രാന്താണ്, ഇതിൻ്റെ വാക്ക് കേൾക്കണമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒരു കൂട്ടം ജനം
ചോദിക്കുന്നു, പിശാചിനെ അന്ധരുടെ കണ്ണുകൾ തുറക്കുവാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. പിശാച് ഉണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞതിൽ എന്തർത്ഥമാണ്? അപ്പോൾ അവിടെ ഒരു ഇടർച്ചയുണ്ടായി. യേശുവെ നന്ദി, യേശുവെ ആരാധന. ദൈവകൃപ നിറഞ്ഞ ദൈവമേ നിനക്ക് സ്തുതി. കർത്താവ് നിങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. ആമേൻ. യേശുവെ നന്ദി, യേശുവെ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.